നിഫ്റ്റി ഒരു വോളറ്റൈൽ കംബാക്കിലാണ്. ഇപ്പോൾ ബോട്ടം ഫിഷിംഗ് സോണിലുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം തന്നെയാണ്. പക്ഷേ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ റെഡിയാണെങ്കിൽ നിഫ്റ്റി 24,000 ഒന്ന് പതറി നിൽക്കുന്ന സമയത്ത് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് സീക്രട്ട്ലി വാങ്ങിക്കൂട്ടുന്ന ആ 5 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കും. സാധാരണ ഇൻവെസ്റ്റേഴ്സ് നഷ്ടം കാണുമ്പോൾ പേടിച്ച് സ്റ്റോക്ക് വിറ്റൊഴിയാറാണ് പതിവ്. പക്ഷേ ശരിക്കുമുള്ള ട്രേഡേഴ്സ് ഈ ഒരു ബോട്ടം ഫിഷിംഗ് അവസരം ശരിക്കും മുതലാക്കുകയും ചെയ്യും. നിങ്ങളൊരു സാധാരണ ഇൻവെസ്റ്റർ ആണോ അതോ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആണ്? അത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഈ വീഡിയോയിൽ ഈ ഇടിവിൽ നിന്നും വലിയൊരു കുതിപ്പിന് റെഡിയാവുന്ന 5 ബോട്ടം ഫിഷിംഗ് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചാർട്ടുകൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, സപ്പോർട്ട് സോണുകൾ കണ്ടുപിടിക്കാം, കാശ് ഉണ്ടാക്കാൻ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്താണ് ഈ ബോട്ടം ഫിഷിംഗ്? ഇത് വെറുതെ വില കുറഞ്ഞ സ്റ്റോക്കുകൾ കണ്ണുമടച്ച് വാങ്ങുന്ന ഒരു പരിപാടിയല്ല. ഫണ്ടമെന്റലി പാറ പോലെ സ്ട്രോങ് ആയ കമ്പനികളെ മാർക്കറ്റ് പാനിക്കായി താഴോട്ടിറങ്ങുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയെടുക്കുന്ന ഒരു തന്ത്രമാണ്. അതിന്റെ ശരിക്കുള്ള വാല്യൂവിനേക്കാൾ താഴെ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് ലെവലിന്റെ അടുത്ത് ഇവയെ വാങ്ങാൻ കിട്ടുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച് ശരിക്കും പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു കമ്പനിയെയും മാർക്കറ്റിലെ പാനിക് കാരണം മാത്രം വിലയിടിഞ്ഞ നല്ല കമ്പനിയും തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഒരു ഗെയിമിൽ ജയിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു കണ്ണു വേണം, ടെക്നിക്കൽ ചാർട്ടുകളിൽ ഒരു പിടിയുണ്ടാവണം, അതിലെല്ലാം ഉപരി കറക്റ്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് വേണം. നിങ്ങൾ ഏറ്റവും താഴ്ന്ന പ്രൈസ് പിടിക്കാനല്ല നോക്കേണ്ടത്, പകരം സ്റ്റോക്ക് ഒരു ബോട്ടം കണ്ടെത്തി മുകളിലേക്ക് പോകാനുള്ള സിഗ്നൽ കാണിക്കുമ്പോൾ എൻട്രി എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് HDFC ബാങ്ക്. ഇന്ത്യൻ ബാങ്കിങ്ങിലെ കിങ് ആണ്. എന്നിട്ടും മാർക്കറ്റ് ഇടിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ തന്നെ ഒരു വലിയ വീഴ്ച HDFC ബാങ്കിന് ഉണ്ടായി. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ചാൻസ്. ഏപ്രിൽ 17 ട്രേഡിംഗിൽ HDFC ബാങ്ക് ഏകദേശം 799 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഈ ഒരു ലെവലിൽ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് സോൺ ഉണ്ട്. ഇതിനു മുമ്പും സ്റ്റോക്ക് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോയത്. അന്ന് സ്റ്റോക്ക് 788 വരെ താഴേക്ക് പോയെങ്കിലും ബയേഴ്സ് എന്ന് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരികയായിരുന്നു. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ സ്റ്റോക്ക് അതിന്റെ 200 ഡേ മൂവിംഗ് ആവറേജിന് താഴെയാണ് ഉള്ളത്. ഒരു വീക്ക്നെസിന്റെ സിഗ്നൽ ആണ്. എന്നാൽ RSI അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 50ക്ക് അടുത്താണ് ഉള്ളത്. എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഓവർസോൾഡുമല്ല ഓവർബോട്ടുമല്ല. താഴോട്ടുള്ള ആ ഒരു പ്രഷറിന്റെ ശക്തി കുറഞ്ഞു വരുന്നു എന്നുകൂടി ഇത് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു എൻട്രിക്ക് വേണ്ടി ഒരു കൺഫർമേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യണം. 800 മുകളിൽ നല്ലൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ കണ്ടാൽ ഉറപ്പിക്കാം ബയേഴ്സ് കളി തിരിച്ചു പിടിക്കുകയാണ്. പിന്നെ അത് മുകളിലേക്കുള്ള ഒരു യാത്ര തന്നെയായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 820, 828 റേഞ്ച് ആയിരിക്കും. തീർച്ചയായിട്ടും റിസ്ക് മാനേജ്മെന്റ് മറക്കരുത്. 795 താഴെ ഒരു ക്ലോസിംഗ് വന്നാൽ സ്റ്റെപ്പ് ഇൻവാലിഡ് ആയിരിക്കും. പിന്നീട് സ്റ്റോക്ക് വീണ്ടും അതിന്റെ 52 വീക്ക് ലോ ആയിട്ടുള്ള 727 വരെ വീഴാൻ ചാൻസ് ഉണ്ട്. ഏപ്രിൽ 18 നടക്കുന്ന ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗിന്റെ റിസൾട്ടും ഡിവിഡന്റ് പ്രഖ്യാപനവും സ്റ്റോക്കിന് പുതിയൊരു ഡയറക്ഷൻ നൽകിയിരുന്നു. അടുത്തത് IT-യിലെ വമ്പൻ സ്റ്റോക്ക് ആയിട്ടുള്ള ഇൻഫോസിസ് ആണ്. ഗ്ലോബലി IT സെക്ടർ മൊത്തത്തിൽ ഡൗൺ ആണ്. അതിന്റെ കൂടെ ഇൻഫോസിസിനും. പക്ഷേ ഈ ഒരു ഇടിവാണ് നമുക്കുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. സ്റ്റോക്കിനെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇൻഫോസിസ് ഇവിടെ 1318 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി അതിന്റെ ഇയർലി ലോയിന്റെ അടുത്ത് നിൽക്കുന്നത് ഒരു നല്ല അവസരം തന്നെയാണ്. 1240, 1230 സോൺ ഒരു മേജർ സപ്പോർട്ടാണ്. ഒരുപാട് ബാഡ് ന്യൂസ് ഓൾറെഡി പ്രൈസിൽ ഫാക്ടേഴ്സ് ആയിട്ടുണ്ട് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ JP മോർഗൻ പറയുന്നത് സ്റ്റോക്ക് 1672 വരെ പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ്. മറ്റ് ബ്രോക്കറേജസ് 1400 മുതൽ 1750 വരെയാണ് ടാർഗറ്റ് പ്രവചിക്കുന്നത്. അതിനർത്ഥം ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് നല്ലൊരു ജമ്പിന് സാധ്യതയുണ്ട് എന്നുകൂടിയാണ്. അപ്പൊ സ്ട്രാറ്റജി ഇതാണ്. സപ്പോർട്ട് സോണിൽ നിന്ന് സ്റ്റോക്ക് തിരിച്ചു കയറാൻ തുടങ്ങിയാൽ വാങ്ങാം. ടാർഗറ്റ് 1330, 1400. പക്ഷെ ശ്രദ്ധിക്കണം, 52 വീക്ക് ലോ ആയിട്ടുള്ള 1215 താഴെ പോയാൽ പിന്നെ വെയിറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ ഇവിടെ കാണാം. തീർച്ചയായിട്ടും ഒരു നല്ല എൻട്രി സോൺ നമുക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയും. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് ദീപക് നൈട്രേറ്റ്. ബ്ലൂ ചിപ്പുകളിൽ നിന്ന് മാറി ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് സ്റ്റോക്കാണ്. പണ്ട് ഇൻവെസ്റ്റേഴ്സിന് കോടികൾ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതിന്റെ ഒരു ഹൈ പ്രൈസിൽ നിന്ന് നല്ലൊരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്ക് 1538 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് സോൺ 1514 ആണ്. അതേസമയം ചാർട്ടിൽ ഒരു സീക്രട്ട് ഉണ്ട്. സ്റ്റോക്കിന്റെ പ്രൈസ് താഴോട്ട് പോകുമ്പോൾ RSI ഇൻഡിക്കേറ്റർ മുകളിലേക്കാണ് പോകുന്നത്. ഇതിനെയാണ് ബുള്ളിഷ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം സെല്ലേഴ്സ് ശക്തി കുറയ്ക്കുന്നു, എപ്പോൾ വേണമെങ്കിലും സ്റ്റോക്ക് മുകളിലേക്ക് കുതിക്കാനുള്ള ശക്തി ആർജിക്കുന്നു എന്ന് തന്നെയാണ്. ഫണ്ടമെന്റലി നോക്കിയാൽ ദീപക് നൈട്രേറ്റ് അതിന്റെ സെക്ടറിലെ ഒരു വമ്പൻ തന്നെയാണ്. ഈയിടെ ഉണ്ടായിട്ടുള്ള വിലയിടിവ് അതിന്റെ വാല്യുവേഷനെ ഒരു നല്ല അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അനലിസ്റ്റുകൾ ഇതിന് 1600 മുതൽ 1735 വരെയാണ് ടാർഗറ്റ് പ്രൈസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ദീപക് നൈട്രേറ്റ് നമുക്കൊരു നല്ലൊരു സ്റ്റോക്കാണ് നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ദീപക് നൈട്രേറ്റ്സിന്റെ ഒരു
ചാർട്ട് കൂടി ടെക്നിക്കൽ അനാലിസിസിനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. റോഡിലെ രാജാക്കന്മാരാണ്. അടിപൊളി റാലി ആയിരുന്നു, പക്ഷെ മാർക്കറ്റ് വീണപ്പോൾ ഒരു ബ്രേക്ക് വീണു. അപ്പോൾ ഈ ഒരു കറക്ഷൻ ആണ് നമ്മുടെ എൻട്രി പോയിന്റ്. ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വെഹിക്കിൾ സ്റ്റോക്ക് 360-ലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സ്റ്റോക്ക് 439-ലുമാണ് ലാസ്റ്റ് ട്രേഡ് ചെയ്തത്. ഈ പാസഞ്ചർ സ്റ്റോക്ക് അതിന്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് താഴെയാണെങ്കിലും 52 വീക്ക് ലോയേക്കാൾ ഒരുപാട് മുകളിലാണ്. ഇതൊരു കംബാക്കിനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾസ്, അതായത് ഇവികളുടെ കരുത്തിൽ കമ്പനി ശരിക്കും പറക്കുകയാണ്. ഏപ്രിൽ അവര് 1.5% വില കൂട്ടിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡിമാൻഡിൽ അത്രയ്ക്ക് കോൺഫിഡൻസ് അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വില കൂട്ടലിന്റെ കാരണമായിട്ട് പറയുന്നത്. ഇവിടുത്തെ സ്ട്രാറ്റജി ഇത് തന്നെയാണ്. പ്രൈസ് വീണ്ടും സ്ട്രെങ്ത് കാണിച്ചു തുടങ്ങുമ്പോൾ എൻട്രി എടുക്കാം, റിവേഴ്സൽ പാറ്റേൺ കണ്ടാൽ ഉറപ്പിക്കാം, അടുത്ത റാലി തുടങ്ങി എന്ന് തന്നെ. ഫസ്റ്റ് ടാർഗറ്റ് ഈയിടെ ഉണ്ടായ ഹൈ പ്രൈസ് വീണ്ടും ടെസ്റ്റ് ചെയ്യുക എന്നതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സപ്പോർട്ട് ലെവലിന് താഴെ സ്റ്റോക്ക് പോവുകയാണെങ്കിൽ ഒരു കറക്ഷൻ തുടരാൻ സാധ്യതയുണ്ട്. ആ ഒരു ലെവലുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവസാനമായിട്ട് ഇന്ത്യയുടെ ഗ്രോത്ത് എഞ്ചിൻ എന്ന് പറയാവുന്ന അദാനി പോർട്സ്. ഈ സ്റ്റോക്കും അതിന്റെ ഹൈ ലെവലിൽ നിന്ന് ഇടിഞ്ഞൊരു ക്രിട്ടിക്കൽ സപ്പോർട്ട് ലെവലിൽ എത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് ഈയിടെ 1573-ലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിന്റെ 52 വീക്ക് ഹൈക്ക് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. എങ്കിൽ കൂടി സ്റ്റോക്കിനെ കുറിച്ച് എന്ത് ന്യൂസ് വന്നാലും കമ്പനിയുടെ ബിസിനസ് ഒരു റോക്കറ്റ് പോലെയാണ് പോകുന്നത്. പല ബ്രോക്കറേജസും പറയുന്നത് 1860 വരെ നല്ല രീതിയിലുള്ള ഒരു മൊമെന്റം ഉണ്ടാവാനുള്ള സാധ്യതകളാണ്. സ്ട്രാറ്റജി ഇതാണ്. ലെവലിൽ സ്റ്റോക്ക് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ചെറിയൊരു കൺസോൾട്ടേഷന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ വാങ്ങാവുന്നതാണ്. ഓർക്കണം, ഇത് അദാനി സ്റ്റോക്കാണ്. ന്യൂസ് കാരണം നല്ല വോളറ്റാലിറ്റി ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെക്കേണ്ടതുണ്ട്. അപ്പോ ആ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ് അദാനി പോർട്സ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ബാങ്കിങ്ങിലെ കിങ് HDFC ബാങ്ക് 799 എത്തിയിരിക്കുകയാണ്. IT-യിലെ വമ്പൻ ഇൻഫോസിസ് 1318 അടുത്ത് നിൽക്കുന്നു. കെമിക്കലിലെ പുലിയായിട്ടുള്ള ദീപക് നൈട്രേറ്റ്, റോഡിലെ രാജാവ് ടാറ്റ മോട്ടോഴ്സ്, പിന്നെ ഇൻഫ്രയിലെ അദാനി പോർട്സ്. ഈ 5 വമ്പന്മാരാണ് നമ്മുടെ റഡാറിലുള്ളത്. ഒരു ലെവൽ കണ്ടുപിടിക്കുന്നതിനേക്കാൾ പ്രധാനം ഒരു കൺഫർമേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്ത് റിസ്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ 5 സ്റ്റോക്കിൽ ഏത് സ്റ്റോക്കിലാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ഉള്ളത്? നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇതുപോലെ വേറെ ഡയമണ്ട് സ്റ്റോക്കുകൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചുള്ള ഇതുപോലെയുള്ള അനാലിസിസുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.